2 ലക്ഷത്തോളം കുട്ടികളാണ് ഇത്തവണ +1 അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്നും പുറത്താവാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു തംബ്നെയിൽ കണ്ടിട്ടാണ് നിങ്ങൾ എല്ലാവരും വന്നിട്ടുള്ളത് അല്ലേ? ഇത് വെറുതെ ഈ ചാനലിന്റെ വ്യൂസ് കൂട്ടുവാനോ റേറ്റിംഗ് കൂട്ടുവാനോ വേണ്ടിയിട്ട് കെട്ടിച്ചമച്ചിട്ടുള്ള ഒരു ഫേക്ക് ന്യൂസ് അല്ല മക്കളെ. കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഷമീം സാർ പറയാൻ വേണ്ടി പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ ചിലപ്പോൾ അക്ഷയയിൽ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവാം, പക്ഷെ നിങ്ങളും ഈ 2 ലക്ഷത്തിൽ ഉൾപ്പെട്ടവരാകാം. അതുകൊണ്ട് നിങ്ങൾ ഇതിൽ പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ അവസാനം വരെ കാണാം. നിങ്ങൾ തീർച്ചയായിട്ടും +1 സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോ വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ കേരളത്തിലെ ടോപ്പേഴ്സ് ആവാൻ, കേരളത്തിലെ നമ്പർ 1 സ്റ്റുഡൻ്റ് ആവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നോക്കൂ, 520ൽ 520 മാർക്കും വാങ്ങിയിട്ടുള്ള +1 പരീക്ഷ എഴുതിയ മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള കുട്ടികളാണ് ഇവർ നമ്മുടെ അഗ്നി ബാച്ചിലൂടെയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത്. നമ്മുടെ അഗ്നി ബാച്ച് നിങ്ങൾക്ക് വേണ്ടി റെഡിയാണ് മക്കളെ. ലൈവായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സുകളും PYQസും, അതായത് കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറിന് സൊല്യൂഷൻസും, അതുപോലെ NCERT ക്വസ്റ്റ്യൻസും, ചാപ്റ്റർ വൈസ് എക്സാംസും, മോഡൽ എക്സാംസും ഒക്കെ നമ്മുടെ അഗ്നി ബാച്ചിൻ്റെ ഫീച്ചറാണ്. നിങ്ങൾക്ക് 520ൽ 520 മാർക്കും സ്കോർ ചെയ്യാം നമ്മുടെ അഗ്നി ബാച്ചിലൂടെ. ഇത് ഫുൾ A+ൻ്റെ കണക്കല്ല, ഫുൾ മാർക്ക് വാങ്ങിയവരുടെ കണക്കാണ്. A+കളൊക്കെ ഇതിനേക്കാൾ എത്രയോ 10 മടങ്ങ് A+കൾ കിട്ടിയിട്ടുള്ള മക്കളും നമ്മുടെ ബാച്ചിലൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് ഇത് തന്നെയാണ്, 520ൽ 520 മാർക്ക്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വെറും 4999 രൂപ മാത്രമാണ് ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ചിലവാകുന്നത്. +1 കൊമേഴ്സ് എടുക്കുന്ന മക്കൾക്ക് ജ്വാല ബാച്ചും അവൈലബിൾ ആണ്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. എന്താണ്, എവിടുന്ന് കിട്ടി ഈ കണക്ക് അല്ലേ? ചുമ്മാ ഷമീം സാർ ഓരോന്ന് വിളിച്ചു പറയല്ലേ. 2 ലക്ഷം കുട്ടികളെ, എന്തൊരു ബടായി, എന്തൊരു തള്ളല്ല മക്കളെ, യാഥാർത്ഥ്യമാണ്. നിങ്ങൾ അതിലുണ്ടോ എന്നുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞുതരാം. അതായത് 15/5/2025 വൈകുന്നേരം 4:45 ഇതാണ് കണക്കെടുത്ത സമയം. ഞാൻ എടുത്തതല്ല, ഗവൺമെൻറ് എടുത്തുള്ള സമയമാണ്. അതായത് www.hsk.kerala.gov.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ കിട്ടിയ വിവരമാണിത്. ഇത് ഞാൻ ഏതെങ്കിലും ഇല്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കുന്ന വെബ്സൈറ്റിൽ നിന്നും എടുത്തിട്ടുള്ള വിവരമല്ല, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും കിട്ടിയിട്ടുള്ള കണക്കാണ്. 15/5/2025 4:45 സമയം. ഓക്കെ, കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റഡ്. ഓരോ ജില്ലയിലെയും കണക്കിവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ ജില്ലയിലും എത്ര കുട്ടികളാണ് അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, എത്ര പേര് അത് പൂർത്തീകരിച്ചു എന്നുള്ളതിൻ്റെ കൃത്യമായ കണക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 20,129 കുട്ടികൾ അപേക്ഷ സ്റ്റാർട്ട് ചെയ്തു. അതിൽ 18,035 പേർ കൺഫേം ചെയ്തു, ഫൈനൽ സബ്മിഷൻ നടത്തി കഴിഞ്ഞു. അതുപോലെ ഓരോ ജില്ലയിലെയും കണക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, യെസ്, ഇവിടെ അങ്ങനെ ലാസ്റ്റ് വരുമ്പോൾ ഇവിടെ ടോട്ടൽ കാണാം. ആകെ 2,47,141 കുട്ടികൾ അപേക്ഷ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ 2,19,560 പേർ മാത്രമാണ് കൺഫർമേഷൻ നടത്തിയിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം ഇത്തവണ SSLC പാസ്സായ അല്ലെങ്കിൽ ഉന്നത വിജയം നേടിയത് 4,20,000 കുട്ടികളാണ്. 4,20,000 കുട്ടികൾ. ഇന്ന് 16-ാം തീയതിയായി. നമ്മുടെ അപേക്ഷ സമർപ്പിക്കേണ്ടതിൻ്റെ അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 20-ാം തീയതിയാണ്. അതിനു മുൻപ് ബാക്കിയുള്ള 2 ലക്ഷത്തോളം കുട്ടികൾ അപേക്ഷിക്കാൻ ബാക്കിയുണ്ട് അല്ലേ? 2,47,141 കുട്ടികളാണ് അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പലരും എന്ത് ചെയ്തിട്ടില്ല, കൺഫേം ചെയ്തിട്ടില്ല. അതായത് 2,19,560 പേരെ കൺഫേം ചെയ്തിട്ടുള്ളൂ. കൺഫർമേഷൻ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ മക്കളെ. ചിലപ്പോൾ ഇത് നിങ്ങൾ അറിയാതെ സംഭവിച്ചതാകാം, നിങ്ങൾ ചിലപ്പോൾ വിട്ടുപോയതാകാം, മറന്നുപോയതാകാം, അക്ഷയയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, അവർ ചെയ്തോളും എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടാവാം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കണക്ക് വെച്ചിട്ട്, അതായത് അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 30,000 കുട്ടികൾ ഇനിയും കൺഫേം ചെയ്യാൻ ബാക്കിയുണ്ട്. ചിലപ്പോൾ മനഃപൂർവ്വമായിരിക്കും ഒന്നുകൂടി എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാവാം, ചിലപ്പോൾ വിട്ടുപോയതാകാം. അങ്ങനെ വിട്ടുപോയതാണോ നിങ്ങൾ എന്ന് നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, പരിശോധിക്കണം. അതായത് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് അപേക്ഷാ ഫോം ഫിൽ ചെയ്താൽ മാത്രം പോരാ, ഫൈനൽ കൺഫർമേഷനും കൂടി നടത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾ അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുള്ളൂ. അങ്ങനെ ഒരു 30,000 കുട്ടികൾ ഇവിടെയുണ്ട്. അതുകൂടാതെ 4,20,000 കുട്ടികൾ പാസ്സായിട്ട് വെറും 2,47,141 പേർ മാത്രമേ അപേക്ഷിക്കാൻ പോലും തുടങ്ങിയിട്ടുള്ളൂ. ബാക്കിയുള്ള കുട്ടികളവിടെ 20-ാം തീയതിക്കുള്ളിൽ അവർ അപേക്ഷിച്ചിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ അവർക്ക് സീറ്റ് കിട്ടില്ല, +1 സീറ്റ് കിട്ടില്ല. ഇത് വലിയ കണക്കാണ്. 20-ാം തീയതി വരെ സമയമുണ്ട്. മക്കളെല്ലാവരും എന്ത് ചെയ്യണം, ഈ ഒരു വിവരം നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്തുകൊണ്ടാണ് ചെയ്യാത്തത് എന്നറിയില്ല. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ എങ്കിൽ പോലും അവസാന ദിവസത്തേക്ക് നിങ്ങൾ വെക്കരുത്. അവസാന ദിവസമൊക്കെ ചിലപ്പോൾ സൈറ്റ് ഹാങ് ആവാനൊക്കെ സാധ്യതയുണ്ട്. ഓക്കെ, സൈറ്റ് ഹാങ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള തിരക്കുകളിൽപ്പെട്ട് ചിലപ്പോൾ അപേക്ഷിക്കാൻ കഴിയാതെ പോയെന്നും വരാം.
അതുകൊണ്ട് ഒരിക്കലും ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അപേക്ഷ സമർപ്പിക്കണം, അത് കൃത്യമായിട്ട്. ഓക്കെ, ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നമുക്ക് എഡിറ്റിന് സമയമുണ്ട് മക്കളെ, എഡിറ്റ് ആപ്ലിക്കേഷനും സമയമുണ്ട്. നിങ്ങൾ ആദ്യം ജസ്റ്റ് എന്ത് ചെയ്യണം, നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടാവണം. അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടാവും. ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നമുക്ക് വേണ്ട തിരുത്തലുകളൊക്കെ വരുത്താം. ഫൈനൽ കൺഫർമേഷൻ 20-ാം തീയതിക്ക് മുൻപായിട്ട് നിങ്ങൾ നടത്തിയിട്ടുണ്ടാവണം. അപ്പോൾ ഇവരെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് ഷമീം സാർ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ.